ജപ്പാനിൽ വന്നപ്പോൾ നമുക്ക് പെട്ടെന്നൊരു തലവേദന വന്നു, കയ്യിൽ മരുന്നൊന്നും ഇല്ല, മെഡിക്കൽ സ്റ്റോർ എവിടെയെന്ന് അറിഞ്ഞുകൂടാ. ഇതാ ഞാൻ ഈ സൈൻ കാണിച്ചു തരാം. ഒരുപാട് എല്ലാ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഈ എഴുതി വെച്ചിരിക്കുന്ന ഈ ക്യാരക്ടർ കുസുരി മരുന്നുകൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് എഴുതാത്ത കടകളും ഉണ്ട് ഇവിടെ. ഈ കടയിലത് കുസുരി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ക്യാരക്ടേഴ്സ് വേറെ കംപ്ലീറ്റ് ജാപ്പനീസാണ്. ഈ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് അസിസ്റ്റൻസ് ഒന്നും കാണത്തില്ല. പക്ഷേ എന്നാൽ നേരത്തെ കണ്ട കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മരുന്നുകളുടെ തൊട്ട് താഴത്തെ ലേബലിൽ അവർ ഇംഗ്ലീഷിൽ നമുക്ക് ആവശ്യമുള്ള മരുന്ന് ഏതാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ പനിക്കുള്ള മരുന്ന് കോൾഡിൻ്റെ മെഡിസിനാണ്. ഈ സെക്ഷൻ കംപ്ലീറ്റ് അവർ ഇംഗ്ലീഷിൽ ബോർഡ് നേരത്തെ കാണിച്ച കടയുടെ അകത്തുള്ള രീതിക്ക് എല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇംഗ്ലീഷിൽ ആവശ്യമുള്ള മരുന്നുകളെല്ലാം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിക്ക് ഫോറിൻ ഫ്രണ്ട്ലി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് അവരെല്ലാ മരുന്നുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ സെക്ഷനിലുള്ളത് ഇത് പെയിൻ കില്ലേഴ്സാണ്. ഈ ഇരിക്കുന്ന ഏരിയയിലുള്ളതെല്ലാം. ഈ മെഡിസിൻ ഇതൊരു പെയിൻ കില്ലറാണ്. അപ്പോൾ പെയിൻ കില്ലർ വേണമെങ്കിൽ ഇവിടെ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണാം. പിന്നെ ഇത് സൈനസ് ഇഷ്യൂസ് വരുന്നെങ്കിൽ സൈനസ് ഇഷ്യൂസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ സൈനസ്. ഞാൻ ഈ കാണിക്കുന്ന ഉദ്ദേശം ഇത് എഴുതാത്ത കടകൾ ഒരുപാട് ജപ്പാനിൽ പല ഭാഗത്തും ഉണ്ട്. ഇത് കവാസാക്കി എന്നുള്ള സിറ്റിയിൽ ഞാൻ പോയപ്പോഴത്തേക്കും അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം ഫോറിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. കാരണം ഒരുപാട് ഫോറിനേഴ്സ് താമസിക്കുന്ന സ്ഥലമായുണ്ട്. എന്നാൽ ഫോറിനേഴ്സ് ഇല്ലാത്ത ഏരിയയിലാണ് വരുന്നതെങ്കിൽ നമുക്കിത് ഇംഗ്ലീഷ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ജാപ്പനീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പനി തലവേദന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്ന് കണ്ടുപിടിക്കാൻ വളരെ 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 ബുദ്ധിമുട്ടായിരിക്കും. ഇത് തൊണ്ടവേദനയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാരക്കോൾ എന്നുള്ള മെഡിസിൻ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. സാധാരണ തൊണ്ടവേദനയ്ക്കും ജലദോഷത്തിനും പനിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പാരക്കോൾ എന്ന് പറയുന്നത്. ഇത് മുതുക് വേദന, തോൾ വേദന, ഷോൾഡർ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ക്രീമല്ല, ഒരു സ്റ്റിക്കറാണ്. ഈ ഒരു സ്റ്റിക്കർ വാങ്ങിച്ച് നമുക്ക് നമ്മുടെ വേദനയുള്ള ഭാഗത്ത് നമുക്ക് മസിൽ പെയിൻസ് സോറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മസിൽ സോഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഒട്ടിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഈ സാധനം.